ശ്യാമേ, പലതരം തട്ടിപ്പുകളാണ്. ഈ ജെറി അമൽദേവ് എന്ന് പറഞ്ഞിട്ടൊരു സംഗീത സംവിധായകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു തട്ടിപ്പുണ്ട്. അദ്ദേഹം പിന്നെ ബാങ്കിൽ ചെന്നിരുന്നിട്ട് ആ ബാങ്കിലെ മാനേജർ പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ തട്ടിപ്പ്, അതായത് അദ്ദേഹം വലിയ പ്രശസ്തനായ സംഗീത സംവിധായകനാണ്. ഇവിടെ പുതിയ തരം തട്ടിപ്പാണ്. ആ തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ എന്നുള്ള വ്യാജേന തട്ടിപ്പിനിറങ്ങിയിരിക്കുന്നു. എന്നിട്ട് തട്ടിപ്പാണ് പത്തനംതിട്ടയിൽ. ഈ തട്ടിപ്പിനെല്ലാം ആളുകൾ വീണു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നതിൽ ഈ ഭൂരിഭാഗം പേരും ഈ നല്ലൊരു ശതമാനം, ഇപ്പം നമ്മളൊരു ഓൺലൈൻ മാധ്യമമാണ്, അങ്ങനെയാണെങ്കിൽ പോലും ഈ ഭൂരിഭാഗം പേരും ഈ പല പല സ്വന്തമായി ചില യൂട്യൂബ് ചാനലുകളും കാര്യങ്ങളുമൊക്കെ തുടങ്ങി പിന്നെ മാധ്യമം എന്ന രീതിയിൽ നടക്കുന്നുണ്ട്. മുതലാളിയും തൊഴിലാളിയും ഒരാൾ തന്നെ. മുതലാളിയും തൊഴിലാളിയും എല്ലാം തന്നെ ഒരാളായിരിക്കും. എന്തെങ്കിലും ഒരു പേരുണ്ട്, എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് ഒരു ചാനൽ അങ്ങ് തുടങ്ങും. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഒരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അപ്പൊ നമ്മൾ ഒന്നും ഈ പറയുന്ന പോലെ മാധ്യമമാണ്, ഒരു മാധ്യമ സ്ഥാപനം എന്നൊന്നും നമുക്കൊന്നും ഇത് പറയാൻ പറ്റില്ല. ഇത് ഭൂരിഭാഗം പേര് ജേർണലിസം പഠിച്ചവരൊന്നുമല്ല. ആരെങ്കിലും ഒരാള് പിന്നെ സ്വന്തമായിട്ടങ്ങ് തുടങ്ങുകയാണ്. ഇപ്പൊ നമുക്കൊരു ഒരു പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം കണ്ടു, താൻ റോഡിൽ പോയപ്പോൾ ഒരു സംഭവം കണ്ടു, ഒരു എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം കണ്ടു, അതിന്റെ വീഡിയോ എടുത്ത് ഓണാക്കി ഫേസ്ബുക്കിൽ ലൈവ് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ലൈവ് ഓണായി ആൾക്കാർ കാണും. ഒരുപാട് ആൾക്കാർ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഒരുപാട് പേര് കാണും. കണ്ടു ഒരു 10,000-3000 പേരോ അല്ലെങ്കിൽ 4000 പേരോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ചിന്തയിൽ നിന്ന് പിന്നീട് അവരൊരു മാധ്യമ പ്രവർത്തകനായി അത് നമുക്ക് പോയി ഏതെങ്കിലും ഒരു പിന്നെ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രസിന്റെ സ്റ്റിക്കർ അടിച്ചു തരും. പ്രസിന്റെ സ്റ്റിക്കർ അടിച്ച ഒരു ID കാർഡ് നമുക്ക് ലഭിക്കും. നമുക്ക് കുറച്ച് പൈസ കൊടുത്താൽ ഒരു ടാഗും കിട്ടും. ടാഗും കിട്ടിയ ഒരു ഇതും കിട്ടും. അപ്പൊ ഇവരൊക്കെ ആർക്കും ഈ പറയുന്ന പോലെ ജേർണലിസം പഠിച്ചവരല്ല. ഇവരല്ല ജേർണലിസം പഠിച്ചവരൊന്നും അല്ല. ജേർണലിസം പഠിച്ചവർക്കുണ്ടാവുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവരിങ്ങനെ പോയിട്ട് അവരിൽ ഭൂരിഭാഗം പേരും ഇങ്ങനെ പോയി പൈസ മേടിക്കുന്ന, എല്ലാവരും ഞാൻ പറയില്ല, ഭൂരിഭാഗം പേരും പോയി ഇങ്ങനെ പൈസ മേടിച്ച് ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ച് വാർത്ത ചെയ്യുന്നവരല്ല. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, പത്തനംതിട്ടയിലുള്ള ഒരു സ്ത്രീ മൈലപ്രയില് ജയ് ഭവനത്തിൽ ജൈനമ്മ ജോർജ്, അവര് ഈ പോഷകാഹാരങ്ങൾ ഉള്ള പാനീയങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസും ഉണ്ട്, ന്യൂട്രീഷൻ ടെസ്റ്റ് സർട്ടിഫിക്കറ്റും ഉണ്ട്. ഈ രണ്ടുമുള്ളവരുടെ ഇവർക്കൊരു പ്രൊമോഷൻ വീഡിയോ ഒരു ഓൺലൈൻ മാധ്യമം ചെയ്തു ഇവരെ കുറിച്ച്. അപ്പോൾ ആ ഓൺലൈൻ മാധ്യമം ചെയ്തപ്പോൾ ആ ഓൺലൈൻ മാധ്യമത്തിന്റെ സൈറ്റിൽ ഈ പറയുന്ന പോലെ ഇതിന്റെ താഴെ ഇവരുടെ നമ്പർ കൊടുത്തിരുന്നു. ഇവരുടെ ഒരു നമ്പർ, കോണ്ടാക്ട് നമ്പർ ഇങ്ങനെ കൊടുത്തിരുന്നു. ഈ കോണ്ടാക്ട് നമ്പർ കണ്ട ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ശിവപ്രസാദ് എന്ന് പറയുന്ന ഒരാൾ തിരുവനന്തപുരത്തെ ഓൺലൈൻ മാധ്യമത്തിൽ നിന്നാണെന്ന് പറഞ്ഞ്, അത് എന്താണ് പേരെന്ന് നമുക്കറിയില്ല, പേരറിയാമെങ്കിൽ നമ്മൾ പറഞ്ഞേനെ, പേര് നമുക്കറിയില്ല. അപ്പോൾ ഇത് പോലീസിൽ നിന്ന് കിട്ടിയ വിവരമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് സ്വദേശിയായിട്ടുള്ള ശിവപ്രസാദ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മാധ്യമത്തിൽ നിന്നാണെന്ന് പറഞ്ഞ് 1.5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊമോഷൻ വീഡിയോ ഞങ്ങൾ കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. വിളിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു അവരുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് പരസ്യത്തിനാണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അവർ പറഞ്ഞു ഇവര് നേരിട്ടെത്തി. കഴിഞ്ഞ മാസം 8-ാം തീയതി ശിവപ്രസാദും മറ്റൊരാളും കൂടി, ഒരു വീഡിയോഗ്രാഫറും കൂടി ഇവരുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് വീഡിയോ ചെയ്ത് പ്രതിഫലമായി 25,000 രൂപ വാങ്ങിച്ചു ഈ വീഡിയോ ചെയ്തിട്ട്. അതിനുശേഷം അടുത്ത ദിവസം ഇയാൾ വിളിച്ച് 27,000 രൂപ കൂടി തന്നാലേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. ഇതിനെ തുടർന്ന് 25,000 രൂപ ആദ്യം കൊടുത്തു, പിന്നീട് 27,000 കൂടെ കിട്ടിയാലേ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇപ്പോൾ പരാതി കൊടുത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസെടുത്ത് ഇയാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. ഇത് പല മേഖലയിലും നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. അതായത് നമ്മളിപ്പോൾ പുതുതായി ഒരു സ്ഥാപനം, അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അടക്കം ലൈസൻസ് വേണ്ടുന്ന എന്തെങ്കിലും ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങിയെന്ന് വെച്ചു. ചിലപ്പോൾ ചെറിയ ഫാമോ എന്തെങ്കിലും ആയിരിക്കും. അവിടെ എന്തെങ്കിലും ചില ആളുകളുണ്ട്, നമ്മളൊരു വ്യാപാര ഒരു വ്യവസായ സ്ഥാപനമൊക്കെ തുടങ്ങുകയാണെങ്കിൽ ചുറ്റുമുള്ള ആരെങ്കിലും ആരെങ്കിലും ഒക്കെ കുറച്ചു പേർക്ക് ചെറിയൊരു വിരോധം തോന്നും. ചേട്ടാ അവൻ അങ്ങനെ രക്ഷപ്പെട്ട് പോകണ്ട, പിന്നെ പരാതിയോട് പരാതി എവിടൊക്കെ കൊടുക്കാമോ അവിടെ എല്ലാം കൊണ്ടുപോയി ഇവൻ പരാതി കൊടുക്കും. ഈ പരാതിയുടെ കോപ്പി ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെയുള്ള ഒരു ഓൺലൈൻ മീഡിയക്കാർക്ക് കൊടുക്കും. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ആവശ്യപ്പെടും. ഇവന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടത്തില്ല. ഈ പരാതി കൊടുക്കുന്നവൻ പൈസ കൊടുക്കത്തില്ല, അവൻ പൈസ കൊടുക്കാൻ തയ്യാറാവത്തില്ല. അപ്പൊ അവൻ എന്താ നമുക്കിട്ട് പണി തരാനാണ് നോക്കുന്നത്. ഇപ്പൊ ഇവരെന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യണം,
നമ്മൾ ഇവർ ഓരോരുത്തർക്കും പൈസ കൊടുക്കേണ്ടി വരും. അത് ഇവൻ ഓരോരുത്തർക്ക് ഇത് അയച്ചു കൊടുക്കും, അവർ നമ്മളെ വിളിക്കും, അവർക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ഇത് ഈ നാട്ടിൽ ഇപ്പോൾ സ്ഥിരമാണെന്ന്, ഭയങ്കര കഷ്ടമാണ്. ഒരു വ്യവസായ സ്ഥാപനം നമ്മൾ നടത്തണം എന്നുണ്ടെങ്കിൽ, ഒരു സംരംഭകൻ ലോൺ എടുത്തിട്ട് ഒരു വ്യവസായ സ്ഥാപനം നടത്തണമെങ്കിൽ ആ നടത്തിയാൽ ഉടനെ ഏതെങ്കിലും ഒരുത്തിന് പരാതി കാണും. പരാതി കാണാതെ ഈ സംഭവം ഉണ്ടാവത്തില്ലല്ലോ. നമ്മളിപ്പോ ഒരു ഈ പറയുന്ന പോലെ പലയിടത്ത് ഈ പോത്തുകുട്ടികളുടെ ഫാമൊക്കെ കാണാറുണ്ട്. ഇത് കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഈ പറയുന്ന മാലിന്യമൊക്കെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. എങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പരാതി കുത്തിപ്പോക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി എടുക്കാൻ പറ്റും. ഇവരൊന്നും പോയി വലിയ വലിയ സ്ഥാപനങ്ങൾക്കെതിരെ ഒന്നും പരാതി കൊടുക്കില്ല. ഇങ്ങനെയുള്ള എന്തോ ഒരു വലിയ വലിയ സ്ഥാപനങ്ങൾ, വലിയ വലിയ മാളുകൾ, ഇവിടെ എന്തെല്ലാം മാളുകൾ വന്നിരിക്കുന്ന ആരെങ്കിലും പരാതിക്കാരുണ്ടോ? അല്ലെ പരാതി ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ആർക്കെങ്കിലും വാർത്തയുണ്ടോ? ഇല്ലല്ലോ. അതൊന്നുമില്ല. ഈ കുഞ്ഞു ചെറിയ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ ഒരിക്കല് സുഗതൻ എന്ന് പറഞ്ഞ ഒരു വർക്ക്ഷോപ്പ് മുതലാളി, അയാൾ പിന്നീട് ആത്മഹത്യ ചെയ്തു. അപ്പോ എന്നെ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹം ഭൂമി കൈയേറിയാണ് സുഗതൻ വർക്ക്ഷോപ്പ് പണിഞ്ഞിരിക്കുന്നത്. ഭൂമി കൈയേറിയല്ല, വയൽ നികത്തി. CPI-കാർ എന്നെ വിളിച്ചത്. CPI-കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വയൽ നികത്തി വർക്ക്ഷോപ്പ് പണിഞ്ഞു. അപ്പൊ വർക്ക്ഷോപ്പ് ഞാൻ പറഞ്ഞ ശരി, വയൽ നികത്തി വർക്ക്ഷോപ്പ് പണിഞ്ഞു. പിന്നെ ഒരു ഇതാണ് ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞു. ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ ഇതിന്റെ ഒരു വീഡിയോ ഒന്ന് അയച്ചു. നമ്മൾ എന്തായാലും തെളിവില്ലാതെ നോക്കാതൊന്നും നമ്മൾ കൊടുക്കത്തില്ല. തെളിവ് നമുക്കിപ്പോ അയച്ചു തന്നാലും ആ വീഡിയോ എടുത്ത് വെച്ച് ഞാൻ വാർത്ത കൊടുക്കില്ല. എനിക്ക് അവിടെ പോയി ബോധ്യപ്പെടാതെ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും അയച്ചു തന്നു പറഞ്ഞ് ഞാൻ വാർത്ത കൊടുക്കില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ പ്രാദേശിക തലത്തിലെ റിപ്പോർട്ടേഴ്സ് അയച്ചു തന്നാലും ഞാനത് നോക്കിയും കണ്ടുപോയി കൊടുക്കത്തുള്ളൂ. എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവനോട് പറയുന്ന അടുത്ത ഡയലോഗ്, നീ അവിടെ പോയിട്ട് വീഡിയോ കോൾ ഇടാൻ പറയും. എനിക്ക് അവിടെ ഓടി എത്താൻ പറ്റില്ല, ഞാൻ പറയും നീ അവിടെ പോയി വീഡിയോ കോൾ ഇടാൻ പറയും. അപ്പൊ വീഡിയോ കോൾ ഇട്ട് എനിക്ക് അതിന്റെ സംശയം എനിക്ക് ദൂരീകരിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. അപ്പൊ ഈ സുഗതന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഇവർ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ എനിക്ക് കുറച്ച് വീഡിയോ അയച്ചു തരാൻ പറയും. ഞാനിത് വീഡിയോ അയച്ചു തന്നപ്പോൾ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു വലിയ കെട്ടിടം ഇരിക്കുന്നു. അപ്പൊ ചോദിച്ചാൽ അത് വയൽ നികത്തിയല്ലേ? ഇതിന്റെ അപ്പുറത്തൊരു വലിയ കെട്ടിടം, അത് കുഴപ്പമില്ല. അപ്പൊ അത് പണ്ട് കാലത്തെ കരഭൂമിയായി മാറിയതാണ്. ഞാൻ പറഞ്ഞു പണ്ട് കാലത്തെ കരഭൂമിയായതാണ്. ശരി, അതുകൊള്ളാലോ പരിപാടി. അതിന്റെ അപ്പുറത്തും വലിയ കെട്ടിടം, ഇപ്പുറത്തും വലിയ കെട്ടിടം. ഇതിന്റെ ഇപ്പുറത്തുള്ള ഒരു ചെറിയ ഭാഗമാണ് ഈ വയലാണ് പോലും. ചേട്ടാ അങ്ങനെയാണെങ്കിൽ അതങ്ങനെ നികന്നു പോകുന്ന ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിച്ചു. മാത്രമല്ല ഇതൊരു 4 തൂണ്. അതിനുള്ള വർക്ക്ഷോപ്പ് കണ്ടിട്ടുണ്ടോ സുഗതന്റെ? ഞാൻ എന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ചെറിയ അതിൽ തന്നെ അദ്ദേഹം പാവം തൂങ്ങി മരിച്ചത്. അത് പാർട്ടി ഫണ്ടോ പിരിവിനോ വന്നപ്പോ കൊടുത്തില്ല. ഉമ്മാർക്ക് പിരിവിന് വന്നപ്പോ കൊടുത്തില്ല. ഉമ്മാരുണ്ടല്ലോ, ഉമ്മാരെ കളിയുണ്ടല്ലോ. അപ്പോ ഉമ്മാരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് പിന്നെ ഞാൻ പറഞ്ഞു ഇത് അപ്പം നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, മറ്റേ കെട്ടിടത്തിൽ കൊണ്ട് കോടി കുത്താൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിനെതിരെ വാർത്ത കൊടുക്കാന്ന് പറഞ്ഞു. വാർത്ത ഇതിനെതിരെ ഞാൻ അതിന് ശേഷം കൊടുക്കാന്ന് പറഞ്ഞു. ഉമ്മാരെന്താ അത് നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഞാൻ മേളിലോട്ട് വിളിച്ചോളാം പറഞ്ഞു. ഞാൻ മേളിലോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു. നിന്റെ മേളിൽ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നീ മേളിലോട്ട് പുറത്തോട്ട് ഇറങ്ങി, നീ കെട്ടിടത്തിനകത്താണെങ്കിൽ ഏതെങ്കിലും കെട്ടിടത്തിനകത്താണെങ്കിൽ നീ പുറത്തിറങ്ങി എന്നിട്ട് മേലോട്ട് വിളിച്ചോളാം പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ബാക്കി അപ്പൊ അതിന് എനിക്ക് കുറെ പ്രഷർ വന്നു. എന്താണ് പ്രവാസിയുടെ ബിസിനസ്സുകാരൻ്റെ ഇതിൽ ഇടപെടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറെ വിളി വന്നു. പറഞ്ഞാൽ അത് അതിന്റെ അപ്പുറത്ത് വലിയ കെട്ടിടങ്ങൾ ഇരിപ്പുണ്ട്. അത് മാത്രമല്ല ഒരു ചെറിയ ഭൂമിയാണ്, ഇത്തിരിയുള്ള ഒരു സ്ഥലം. അതിന്റെ അപ്പുറം ഉണ്ട് ഇപ്പുറം ഉണ്ട്, കെട്ടിടങ്ങൾ ഇഷ്ടം പോലെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹം ആ വർക്ക്ഷോപ്പിൽ തൂങ്ങി മരിച്ചെന്നേ. ഈ പാവപ്പെട്ടവൻ അതേ തൂങ്ങി മരിച്ചു. അതിലെ ഈ പറയുന്ന 4 തൂണുള്ള ഷെഡിലെ ഒരു കമ്പിയിൽ ഈ പാവപ്പെട്ടവൻ തൂങ്ങി മരിച്ചു. ഈ പ്രവാസി ഇമാരാണ് കൊലപാതക കുറ്റത്തിന് കേസെടുക്കണമായിരുന്നു. ഞാൻ മാക്സിമം വാർത്ത കൊടുത്തു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് അങ്ങേറ്റം നമുക്ക് അതിനകത്ത് ചെയ്തു കൊടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള പാവം സംരംഭകർ എന്തെങ്കിലും തുടങ്ങുമ്പോൾ അവിടെ പോയി മാധ്യമപ്രവർത്തകനാണെന്നും പറഞ്ഞ് സ്വന്തമായ ഒരു ID കാർഡ് ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഷോപ്പിൽ പോയി അച്ചടിച്ച് അത് കഴുത്തിൽ തൂക്കി അവിടെ ചെന്ന് നിന്ന് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുക. അതിപ്പോ ഓൺലൈൻ എന്ന് പറഞ്ഞ് സ്വന്തമായി തുടങ്ങിയാലും എന്ത് തുടങ്ങിയാലും, ഇപ്പം മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവനാണെങ്കിലും ഇരിക്കുന്ന നമ്മളാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും അത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ചെവിക്കണം മുളക്കെ അടി കിട്ടേണ്ട കാര്യമാണ്. അങ്ങനെയുള്ളവനെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ ഇത് കേൾക്കുന്നവരോട് പറയണം, അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് റെക്കോർഡ് ചെയ്യണം. അവന്റെ വീഡിയോ എടുക്കണം. നിങ്ങളും മാധ്യമപ്രവർത്തകരാണ്. അവൻ മാധ്യമപ്രവർത്തകരാണെങ്കിൽ, അവൻ മീഡിയ പേഴ്സൺ ആണെങ്കിൽ നിങ്ങളും മാധ്യമപ്രവർത്തകരാണ്. അവന്റെ വീഡിയോ എടുക്കണം. അവന്റെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ എല്ലാ ഇതില്ലയോ, സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ടുകളില്ലേ, എടുത്തങ്ങോട്ട് ഇടണം. ഇവന്മാരെക്കാൾ വലിയ മാധ്യമ സംവിധാനം ഉള്ളവരുണ്ട്. നമ്മളെക്കാൾ എത്ര ഫോളോവേഴ്സ് ഉള്ളവരുണ്ട്. നമ്മളെക്കാളെ എത്രയോ ഫോളോവേഴ്സ്, എത്ര ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള സാധാരണക്കാരുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നവരുണ്ട്.
അതെ. അങ്ങനെയുള്ള നമ്മള് ഒന്നും വേണ്ടെന്നേ, ആരും ഫോളോ ചെയ്താലും വേണ്ടില്ല, എടുത്തിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാർ ഷെയർ ചെയ്യുന്നേ. കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, വ്യക്തമായി ബോധ്യപ്പെട്ട, കണ്ട കടച്ചാണ് എടുത്ത് ഷെയർ ചെയ്യരുത്. ചിലരുണ്ട് ഒരു ചിത്രമൊക്കെ വരച്ചിട്ടേ, ഏതെങ്കിലും ഒരു ചിത്രമായിരിക്കും, ആരെങ്കിലും വരച്ചതായിരിക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ പടം എടുത്ത് സൈഡിൽ വെച്ച് കൊടുക്കും. അവൻ വല്ല ഉത്തരേന്ത്യക്കാരനായിരിക്കും. ഈ പാവം ബംഗാളിക്ക് എത്ര ലൈക്ക് ഇത് വരച്ച ബംഗാളി ജീവിതത്തിൽ ആ പടം കണ്ടു കാണത്തില്ല. ഇത് വരച്ച ബംഗാളിക്ക് എത്ര ലൈക്ക്. ഇത് കണ്ടിട്ട് സാധാരണക്കാരെല്ലാവരും വിചാരിക്കും പാവം ബംഗാളി അവൻ വരച്ച ചിത്രം കൽപ്പണിക്കാരനായ ഈ എന്തൊക്കെ പറയും. ബംഗാളിയുടെ പേരുമില്ല, ഊരുമില്ല, നാടുമില്ല, ഒന്നുമില്ല. അവൻ ഏതോ ഒരു ഉത്തരേന്ത്യക്കാരൻ നിൽക്കുന്ന ഒരു പടം ഗൂഗിൾ ഇമേജിൽ പോയി തപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിന്റെ സൈഡിൽ വെച്ചിട്ട് ലൈക്ക്, അതിന് ഈ സാധാരണക്കാരെല്ലാം അതിനകത്ത് പോയി വീണ് കൊടുക്കും. തട്ടിപ്പുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. നമ്മൾ തുടങ്ങുന്ന സംരംഭം എന്താണെങ്കിലും, നമ്മളൊരു സംരംഭം തുടങ്ങി അത് വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭീഷണിയെ നേരിട്ടേ പറ്റൂ. എന്ത് സംരംഭം തുടങ്ങിയാലും നമ്മൾ ഭീഷണിയെ നേരിടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒരുത്തൻ നമ്മൾ രക്ഷപ്പെടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നാട്ടിൽ കണ്ണുകടിയുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ചുറ്റുമുള്ള, നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. നമുക്ക് കണ്ണടി അതുവരെ നമ്മുടെ കൂടെ തലേന്നിരിക്കുന്നവനായിരിക്കും, പിന്നെ തലേന്നിരിക്കുന്നവനായിരിക്കും. ഇവിടെ ചില സംഭവങ്ങളുണ്ടെന്നേ, കൂടിയിരുന്ന് മദ്യപിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് വിളിച്ചു പറഞ്ഞു കൊടുക്കും, ഇന്ന വണ്ടി ഇത്ര നമ്പർ വണ്ടിക്കകത്ത് മദ്യപിച്ച ഒരാൾ പോകുന്നു വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. മദ്യപാന്മാർക്കും രക്ഷയില്ല. കൂടിയിരുന്ന് കള്ളു പിടിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോകുമ്പോ ചേട്ടാ അവൻ പുറത്തിറങ്ങി താഴോട്ട് വന്ന് നോക്കൂല, അവൻ ബൈക്ക് എടുത്തോണ്ട് പോകും. ശരി എന്നാ സാർ ഇത്ര നമ്പർ വണ്ടിയിൽ ഒരാൾ 90 കൂടെ ചോദിച്ചിട്ട് കൊടുത്തില്ല, അതിനാണ് ഈ വിളിച്ചത്. അങ്ങനെയുള്ള ആളുകൾ വരെ ഉണ്ടെന്നേ, അങ്ങനെയുള്ള ആളുകൾ വരെ ഈ നാട്ടിലുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുന്നവരോട് നമ്മൾ വീണ്ടും പറയുന്നു, നിങ്ങളും മാധ്യമപ്രവർത്തകര് തന്നെയാണ്. അവൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തവൻ മാധ്യമപ്രവർത്തകനാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളും മാധ്യമപ്രവർത്തകനാണ്. നിങ്ങളുടെ കയ്യിലും ഫോൺ ഇരിപ്പുണ്ട്, സ്മാർട്ട് ഫോൺ ആണ് ഇരിക്കുന്നത്. അവന്റെ ഭാഗത്ത് ശരിയില്ല, നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നിങ്ങളുടെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒരു സെൽഫി വീഡിയോ എടുത്ത് എന്ത് ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ ഭീഷണിയൊന്നും മൈൻഡ് ചെയ്യരുത്. അവൻ ചോദിക്കുന്ന കാശ് കൊടുക്കാൻ പോടാന്ന് പറയണം. അത്രേ ഉള്ളൂ. പോടാ പോയി പണി. ശരി.